ആദ്യം ആസിഡ് ഒഴിക്കുക, രണ്ടാമത് വെള്ളം ഒഴിക്കുക. ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഡൈല്യൂട്ടായി. അത് കഴിയുമ്പോൾ കറ ഒഴിച്ച് കഴിയുമ്പം ഓക്കെ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ യാത്രയിൽ കണ്ട ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പൈപ്പ് കണ്ടോ. ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന പൈപ്പല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ടാപ്പിംഗ് തൊഴിലാളി ചേട്ടന്മാരുടെ ഒരു ടെക്നോളജിയാണ് ഈ കാണുന്നത്. ഇതിന് ടെക്നോളജി എന്ന് പറഞ്ഞാൽ മേളിൽ സിങ്ക് വെക്കണം, പൈപ്പ് മേലെ മലയുടെ മണ്ടയ്ക്ക് താഴെ വരെ വെക്കുക, വെച്ച് കഴിയുമ്പം ബാറിന് താഴെ വെക്കുക. 2 പേര് വേണം, മേളിലും താഴെയും 2 പേര് വേണം. 2 പേര് വേണം. മേളിൽ നിന്ന് കറ ആദ്യം വെള്ളം ഒഴിച്ചു വിടുക, ഒരു തൊട്ട് വെള്ളം ഒഴിച്ചു വിടുക. അത് കഴിയും പൈപ്പ് ക്ലിയർ ആയി കഴിയുക. 3 ഇഞ്ച് പൈപ്പ് എപ്പോഴും നല്ലത്, 2 ഇഞ്ച് പൈപ്പ് കൊള്ളത്തില്ല. പൈപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിക്നെസ് കുറവായതിൻ്റെ ഒരു അടയും. അതുകൊണ്ട് 3 ഇഞ്ച് പൈപ്പ് ഏറ്റവും നല്ലത്. മേളിൽ നിന്ന് ആദ്യം വെള്ളം ഒഴിച്ചു വിടുക, രണ്ടാമത് കറ ഒഴിച്ചു വിടുക. കറ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു തൊട്ടി വെള്ളം അല്ലാതെ ഒഴിച്ചു വിടുക. പിന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി ലാസ്റ്റ് കഴുകി ഒരു തൊട്ടി വെള്ളം കൂടെ ഒഴിച്ചു വിടുക. ചുമട് ലാഭത്തിന് വേണ്ടി മിഷൻ വരെ നമ്മുടെ സാധനം എല്ലാം വരും. പിന്നെ 3 ഇഞ്ച് പൈപ്പ് ആണെങ്കിൽ പത കുറയും, ഇല്ലെങ്കിൽ പത. ഇത് 2 ഇഞ്ച് പൈപ്പാണ്. 3 ഇഞ്ച് പൈപ്പ് എപ്പോഴും നല്ലത്, തിക്നെസ് കൂടുതലുണ്ട്. ഇല്ലെങ്കിൽ പത കൂടുതലായിട്ട് വരും, അന്നേരം എടുക്കാൻ പാട്. നമുക്ക് ഒഴിക്കാൻ കൊണ്ട് ഷീറ്റിന് കട്ടി കുറയും. ഇതാകുമ്പോൾ നല്ല ഷീറ്റിന് കട്ടി കിട്ടും. ഇത് 46 പൈപ്പാണ്. 46 പൈപ്പ്. ഒരു പൈപ്പ് 10 അടിയുടെ ഉണ്ട്. 10 അടിയുടെ 46 പൈപ്പാണ് മൊത്തം. ഇവിടുന്ന് നേരത്തെ തെളിച്ചിട്ടേക്ക്. ഇത് ആദ്യം എന്താ, ഇവിടെ ഒരാള് മേളിൽ നിന്ന് ഒരാളായിരുന്നു കണ്ടുപിടിച്ചോണ്ടിരുന്നത്. ആ പുള്ളി വെച്ച് അത് 2-3 പ്രാവശ്യം ഫെയിലായി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇപ്പൊ ഓരോരുത്തർ ഇപ്പൊ അവിടെ എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാ പരിപാടി. ആദ്യം നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു വിട്ടാൽ പൈപ്പ് കഴുകിയാ വരുന്നത്. അന്നേരം ഒരു ബക്കറ്റ് വെള്ളം, ഏത് ബക്കറ്റ് നമ്മൾ അവിടെ ഒഴിക്കുന്നത് അതേപോലത്തെ ഒരു ബക്കറ്റ് ഇവിടെ വെക്കും. ഇവിടെ വെച്ച് ഇത് നിറച്ച് വെള്ളം പിടിച്ച് കഴിയുമ്പോൾ അത് ഓക്കെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒന്നി ഫോൺ വിളിച്ച് പറയും, ഇല്ലെങ്കിൽ കൂവുമ്പോൾ ആ ഷെയർ ഇവിടെ വന്നു കഴിഞ്ഞു, വെള്ളം ക്ലിയർ ആയി കഴിഞ്ഞു. അവിടെ നിന്ന് അടുത്ത കറ ഒഴിച്ചു വിടുക. കറ ഒഴിച്ചു വിട്ട് കഴുകി കഴിയുമ്പോൾ വീണ്ടും ഇത് ഒഴിച്ചു വിടുക. 3-3.5 ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഏറ്റവും നല്ല. ഒരു ബക്കറ്റ് കൂടുതൽ ലാസ്റ്റ് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൂടുതൽ ഒഴിച്ചു വിടുന്നതല്ല. അപ്പം പൈപ്പ് നല്ല വൃത്തിയായിട്ട് ഇപ്പോഴും ഇരിക്കും. അത്രേ ഉള്ളൂ പരിപാടി. എൻ്റെ പേര് രാജു, കോന്നി തണ്ണത്തോട് പഞ്ചായത്ത്, തേക്കോതോട് PM, മൂർത്തിമൺ. ഇത് ഒരാൾ പാട്ടം എടുത്താൽ ഞങ്ങൾ 2 പേര് ടാപ്പിങ്ങിന് നിൽക്കുന്നത്. അടിക്കുകയും ഉണങ്ങുന്ന പരിപാടി എല്ലാം ഇവിടെ തന്നെ. വില വലിയ കുഴപ്പമില്ല, ഇപ്പം മാന്യമായിട്ട് ഓടുന്നുണ്ട്, മാന്യമായിട്ട് പോകുന്നുണ്ട്. എന്നാലും വില കുറവാണ്. ഇപ്പം ഷീറ്റിന് വില കുറവില്ലേ, അപ്പം അതിൻ്റെതായ വില കുറവുണ്ട്. നമുക്ക് ഒരു ദിവസത്തെ കൂലി 3 രൂപ, ഒരു മരത്തിന് 3 രൂപ. 250 മരം വെട്ടി കറയെടുത്ത് ഷീറ്റ് അടിച്ച് 250 വരെ വെട്ടാൻ പറ്റും. 2 പട്ടയാകുമ്പോൾ അത് 4 അടി പൈപ്പ് പോകും. 4 അടി പൈപ്പിനാണ് വെട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോവേണി കയറണം. ഈ കയറ്റത്തിൻ്റെ പേര് കോവേണി പറ്റാഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പൈപ്പിന് വെട്ടും. പൈപ്പിന് ബാലൻസ് ഉണ്ടായിട്ട് പൈപ്പ് കൊണ്ട് വെട്ടും. 2 പേരും കൂടെ 500 മരം. 2 പട്ടയാകുമ്പോൾ 1000 പട്ടയായില്ലേ, 1000 മരമാകും. ഞങ്ങൾ 5:30 ആകുമ്പോൾ തുടങ്ങും. 5:30, 2 മണി 3 മണി ആകുമ്പോഴത്തേ പരിപാടി തീരെ കഴിയത്തുള്ളൂ. എല്ലാ മൃഗങ്ങളും ഉണ്ട്, ഒന്നും ഇല്ലായിരിക്കും. അതിനേക്കാളും കൂടുതൽ പുഴു, വനസ് പോലെ പുഴുവാ. പുഴുവിനൊരു ഇല്ല, ഇത് വലിയ കുഴപ്പം. ഇവിടെ ഇത്തിരി കുറവുണ്ട്. പുഴുവാണ് ഏറ്റവും ശല്യം. വില്ലൻ പുഴുവാ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കിയുള്ള മൃഗങ്ങളും. അതിനെങ്ങളെയൊക്കെ നമ്മൾ ഓടിച്ചു വിടാം. ഇതിനെ ഓടിക്കാൻ പറ്റത്തില്ല. ഇത് ഒരു കാരണവശാലും ഓടിക്കാൻ. ഏതെല്ലാം മരുന്ന് പറ്റിയാലും ഇത് ഇങ്ങനെ തന്നെ ഗതി. എപ്പോഴും എങ്ങനെയായാലും ഒരു 2 തുടം ചോര ഒരു ദിവസം നമ്മുടെ കുടി. ഞങ്ങൾ 5:30 ആകുമ്പോൾ കയറും. 5:30 ആകുമ്പോൾ എന്നാ വെച്ചാൽ ഇപ്പം മൃഗങ്ങൾ ശല്യമായതിൻ്റെ ആനയും മറ്റു മൃഗങ്ങളും ഉണ്ടായതിൻ്റെ പേര് ഞങ്ങൾ 5:30 കയറത്തുള്ളൂ. ഉണ്ട് 2 സൈഡിലും 2 മനവാ. ഇത് അങ്ങേ സൈഡും മനവാ, ഈ സൈഡും മനവാ. അതുകൊണ്ട് അത് കണ്ടില്ലേ, അത് മൊത്തം മനവാ. അത് കാണുന്നത് മൊത്തം മനവാ. ഇതിങ്ങനെ ഇതിൻ്റെ അങ്ങേ സൈഡ് ഒരു 1 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ മൂർത്തിമണ്ണ് കോട്ടമുരിപ്പെന്ന് പറയും. ഈ സൈഡ് വരുമ്പോൾ നമ്മുടെ 7-ാം തല, പിന്നെ പുളിഞ്ചാല് 6 ഭാവം വരും. 6 ഭാവം വരും. 40 പൈപ്പ് ഇങ്ങനെ ജോയിന്റ് ചെയ്താണ് ഇവിടം വരെ കൊണ്ടുവന്നേക്കുന്നത്. ഇല്ല ഇത് എല്ലാം ഒരു കുഴപ്പം, നല്ല സ്പീഡിലാണ് വരുന്നത്. ഇതിന് 1 ബാരൽ കറ കിട്ടും. മേളിൽ 500 മരം വെട്ടുമ്പോൾ ഇതിന് 1 ബാരൽ കറ. ഇത് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ തൊട്ടിക്കകത്ത് കോരി ആ ബാക്കി കുറ്റിക്കകത്ത് ഒഴിച്ചിട്ട് കുറ്റിക്കകത്തുനിന്ന് ഇതിനകത്ത് ഒഴിക്കും. അവിടെ നിന്ന് തന്നെ കിട്ടും. ഡെയിലി ഉണ്ട്. അത് എല്ലാ ദിവസവും ഇല്ല, ചിലപ്പം കറ കുറഞ്ഞും കൂടി. 70 ഞങ്ങൾക്ക് 86 എണ്ണം വരെ വന്ന് 60 എണ്ണം. ഇപ്പം 75 എണ്ണം വരെ വരുന്നുണ്ട്. 75 എണ്ണം 60 എണ്ണം മാക്സിമം
ഞങ്ങൾ ഇവിടുന്ന് 3:30-4 മണിയാവും. ഷീറ്റ് അടിക്കുന്നില്ല, അടിക്കാതെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ 5 മണിയാവും. രാവിലെ വന്ന് അടിക്കും. രാവിലെ വന്ന് നാളത്തെ വെട്ട് കഴിഞ്ഞിട്ട് വന്ന് അടിക്കും. പാലെടുക്കും. നല്ല പരിപാടിയാ. 8 മണിക്കൂർ 9 മണിക്കൂറും ജോലി ചെയ്യുന്നുണ്ട്. അതാ പാട്. നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ അതിലേ ആ വഴി അങ്ങേ മലയ്ക്ക് പൈപ്പ് ഇടാന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളമില്ല. വെള്ളത്തിന്റെ ഷോർട്ടേജ് അതിന്റെ പേര് ഞങ്ങൾ ചുമ്മിക്കൊണ്ട് വരും. ആന്ന് 2 യാറ് 3 യാറ് കറ വരും. ഈ ഒരു കന്നാസിന് എത്ര ഷീറ്റ് വരും? ഇത് ഇപ്പം 2 ലിറ്റർ വെച്ചാൽ ഒഴിക്കുന്നത്. 1 ലിറ്റർ വെച്ച് ഒഴിക്കാമെങ്കിൽ പിന്നെ 20 ഷീറ്റ് വരും. 20 ഷീറ്റ്. ഇപ്പം 15 ഷീറ്റ്, 15 16 ഷീറ്റ് അതിൽ കൂടുതൽ വരത്തില്ല. കട്ടി കുറവായതിൻ്റെ വരും. മഴയുള്ളപ്പം പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇല്ല, ഇനിയിപ്പം കഴിഞ്ഞു. ഞാൻ വേറൊരു സംഭവം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഒറ്റ ചിരട്ട ഉപയോഗിക്കുന്നില്ല. ഞങ്ങളെല്ലാം കുപ്പിയാ. അത്രയും പാല് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചിരട്ട മാറ്റി വെക്കാൻ പോകണ്ട. ഒറ്റ ട്രിപ്പിൽ തന്നെ അത് നിറയും. അഥവാ അങ്ങനെ നിറയുന്നതിന് എക്സ്ട്രാ അടിയിൽ ഒരു കുപ്പിയും കൂടെ ആണി അടിച്ചു വെക്കും. തുളുമ്പി വരുമെന്ന് ആണിക്കിഴത്തെ കൂടെ കറക്റ്റ് ഇതിനകത്ത് വന്ന് വീണോളും. ഒരു കാരണവശാലും പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. കുപ്പി നമുക്ക് നാളെ അടുത്ത ഒരു തോട്ടം എടുക്കുന്നുണ്ടെങ്കിൽ ഈ കുപ്പി നമുക്ക് അവിടെ തന്നെ എടുക്കാം. അതേപോലെ ഈ ആണി നമ്മൾ സ്റ്റീലാണിയാണ് വെക്കുന്നത്. ഈ കോൺക്രീറ്റിന്റെ ആണിയാകുമ്പം ഒരു കാരണവശാലും പിന്നെ കുഴപ്പമില്ല. മറ്റാണിയാകുമ്പം ഊരാൻ പാട്, പിന്നെ മില്ലുകാർക്ക് പാട്. ഇതാകുമ്പോൾ ഇതൊന്നും ഒരു പാടുമില്ല. ഞാൻ ആദ്യം കമ്പനികളിലായിരുന്നു, കമ്പനി ജോലിയിൽ ആയിരുന്നു. റെയിൽവേയിലും അവിടെയൊക്കെ കോങ്കൺ റെയിൽവേയിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പഴയ പരിപാടിയൊക്കെ വീണ്ടും തുടങ്ങി. ടാപ്പിംഗ് പരിപാടി. പിന്നെ ഇതിനെ ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. ഇളക്കുന്നില്ല, ഒന്നുമില്ല. ആദ്യം ആസറ്റ് ഒഴിക്കുക. ഒഴിക്കുക. അപ്പൊ ആദ്യം ഞങ്ങൾ 2 കപ്പ് ഇതിന് 1 ലിറ്റർ, അത് 1 ലിറ്റർ അതിൻ്റെ. ആദ്യം ആസറ്റ് ഒഴിക്കുക, രണ്ടാമത് വെള്ളം ഒഴിക്കുക. ഇപ്പം വെള്ളം ഒഴിക്കുമ്പോൾ ഡൈല്യൂട്ടായി. അത് കഴിയുമ്പോൾ കറ ഒഴിച്ച് കഴിയുമ്പം ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇല്ല ഇത് എളുപ്പം തീർക്കുക പരിപാടി. അന്നേരം പറക്കി അടുക്ക് ലാഭമുണ്ട്. പരിപാടിയെല്ലാം വളരെ പെട്ടെന്ന്. ഇവിടെ എത്തിയ എല്ലാ പരിപാടിയും എളുപ്പമാണ്. ഇല്ലെങ്കിൽ ഇവിടെ എത്തുന്നതാണ് താമസം. ഇത് അളവിന് കണക്കി വെച്ചിരിക്കുന്നു. ആസറ്റ് കൂട്ടി വെച്ചിരുന്നു കറക്റ്റാ. അല്ലല്ല, ഇത് കൂട്ടിയാണ്ട് ഈ ഒരു കന്നാസിനകത്ത് ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. മെഷീൻ വരെ എത്തിയാലും നമുക്ക് പരിപാടി എളുപ്പമാണ്. പക്ഷെ കറണ്ട് മെഷീൻ കൂടെ ആണെങ്കിൽ ഏറ്റവും സൗകര്യം. ഇപ്പം എല്ലാവരും ഈ മേഖല വിട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ കറക്കാം. ഇപ്പം 100 ഷീറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ എത്ര 300 പ്രാവശ്യം കറക്കണം. ഇപ്പം ഞങ്ങൾ 400 കണക്കിനാണ് ഒഴിക്കുന്നത്. നമ്മൾ 600 ഗ്രാം വെച്ചാൽ ഒഴിക്കും. 600, 650, 700 വരും ചിലത്. ഇത് കോട്ടയം ഇതിൻ്റെ. കോട്ടയം ചില സമയത്ത് പൊന്നൂരിൻ്റെ വരുന്നുണ്ട്. കമ്പോളം തിരിഞ്ഞും മറിഞ്ഞും വരുന്നുണ്ട്. കോട്ടയം വരും. ഇതിന്റെ റബ്ബർ ബോണ്ട ഇതിന്റെ മേഖല മൊത്തം കിടക്കുന്ന കോട്ടയമല്ലേ. സ്പീഡ് പോലിരിക്കും എല്ലാ പരിപാടിയും എളുപ്പം തീരാൻ. നമ്മൾ താളം ചവിട്ടുന്നതനുസരിച്ച് നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒഴിക്കുന്നത് അതെടുത്തുകൊണ്ട് വെക്കാനും പാട്. അന്നേരം എടുത്ത് അഥവാ മറിഞ്ഞു പോയി. ഇതാന്ന് മറിയത്തൊന്നുമില്ല, ഒരേ കണക്കിന്. ഇത് പ്ലാറ്റ്ഫോം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിച്ച് എളുപ്പം കറക്റ്റായിട്ട് പോവാം. ഒരേ നിരപ്പ് ഷീറ്റ് കിട്ടും. ആദ്യം കണ്ടത് ഞങ്ങൾ നാഗാലാൻഡിൽ ഇത് പരീക്ഷിക്കുന്ന കറ ഒഴിക്കുന്ന കണ്ടുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ വന്ന് നമ്മൾ ഇത് പരിപാടി തുടങ്ങിയത്. അതുകൊണ്ട് ഇത് വിജയിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമായത്.
ഏത് മനുഷ്യർക്കും നല്ലതായത്. ഇനി റബ്ബർ വെട്ടാൻ മടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമല്ലേ? പിന്നെ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ കാണുന്ന ബേസിനും അതിൽ താഴോട്ട് കൊടുത്തിരിക്കുന്ന പൈപ്പ്, ഈ പൈപ്പിലാണ് ഇവിടെ നിന്നുള്ള പാല് ഒഴിച്ച്, പാലും വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ച് അങ്ങ് താഴെ അവരുടെ ആ ഷീറ്റ് വറ ചെയ്യുന്ന അവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യസ്തമായ കാഴ്ച കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. വനത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങേ സൈഡും വനമാണ്, ഇങ്ങേ സൈഡും വനമാണ്. ഇവിടെ ആനയും പുലിയും കടുവയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇവിടെ ചിരട്ടയ്ക്ക് വരെ എല്ലാം നമ്മുടെ കുപ്പികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ചിരട്ടയ്ക്ക് പകരം കുപ്പികളാണ്. അന്ന് അത്രയും പാലുണ്ടല്ലോ, അത് നിറച്ചും പാല് കാണും. ഇന്നിവിടെ വെട്ടിയിട്ടില്ല.